ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ഓയിലോ ഒന്നുമേ ചേർക്കാണ്ട് വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. വൈകുന്നേരം സമയങ്ങൾ നോമ്പൊക്കെ തുറക്കാൻ വേണ്ടിയിട്ടൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പ് ഇതുപോലെ ഒരു 2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പിൻ്റെ കൂട്ടത്തിൽ ഞാൻ 6 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ഫില്ലിങ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 പഴുത്ത നേന്ത്രപ്പഴം ഞാൻ ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ബൗള് തേങ്ങ ഞാൻ ഇതേപോലെ ചിരവി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര 1 ബൗൾ ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൂടിയൊക്കെ വെച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ഇനി ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചുകൊണ്ടുണ്ടായിരുന്ന ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഴം നന്നായി വഴണ്ടതിന് ശേഷമാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടുണ്ടായിരുന്ന തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സും അതുപോലെ തന്നെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില ഇതേപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 2 ടീസ്പൂൺ മാവ് ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് മെല്ലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് വാഴയിലയിലേക്ക്. ഇതുപോലെ മെല്ലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഒന്ന് അതിൻ്റെ മേളിലേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം, ഒന്ന് മൂടി കൊടുക്കാം. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിക്കുള്ള പരിപാടികൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ഇലയിൽ ഒഴിച്ച് മാവ് ഒഴിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈവനിങ് ടൈമിൽ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാവുന്നതുമാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഒരു പാത്രം, നിരന്നൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇലയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സൊക്കെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്കിത് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ.
വെറും 10 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് അട നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ വേഗത്തിൽ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ പരിപ്പ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ബാക്കിയുള്ള അടയും കൂടെ ഞാനിതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അടയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ ആയിട്ട് ഇത് കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്ര തന്നെ നല്ല ഹെൽത്തിയുമായിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.